അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് വൈകുന്നേരം കുട്ടി വരുന്ന കഴിയുമ്പോൾ നാവിയുടെ ഉണ്ടാക്കാൻ വിചാരിച്ചു സ്നാക്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രം, നമ്മൾ അടുപ്പത്ത് എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാകും. ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം ഒരു കലത്തിൽ അങ്ങനെ വെള്ളം വെക്കും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഗ്യാസുമ്മേൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ആവിയടക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി എന്നാണ് പറയുക. അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചൂടുണ്ട്. അപ്പം ഞാൻ നല്ല തിളക്കണമല്ലോ. അപ്പം ഞാൻ അപ്പത്തിന് ഞാനൊരു തേങ്ങ എടുത്തിട്ട് ഉടക്കാൻ വിചാരിച്ചു. തേങ്ങ എടുത്ത് ഉടക്കുമ്പോൾ ആകെ കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ നല്ല മധുരമുണ്ട് തോന്നുന്നു. നാസിക്ക് വേണം പറഞ്ഞാൽ അവൻ എടുത്തു. ഇന്ന് അവൻ സ്കൂളിൽ പോയിട്ടില്ല, അവനിക്ക് പനിയാണ്. അത് കാരണം ഒന്നും അവനെ വിട്ടിട്ടില്ല, കുട്ടി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല തള വന്നു കേട്ടോ. തള വന്നതിന് ശേഷം ആ ഗ്ലാസ്സിന് തന്നെ നമ്മളൊരു ഗ്ലാസ് പൊടിയെടുത്ത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഗ്യാസ് എല്ലാവരും കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി ആകെ അടി കരിഞ്ഞു പോകും. ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം ഒരു തവി എടുത്ത് നന്നായിട്ട് ഇളക്കട്ടോ. നന്നായിട്ട് ഇളക്കി ആക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം മാവ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തേങ്ങ ചിരവാണ് കേട്ടോ. തേങ്ങ ചിരവിൽ നോക്കുമ്പോൾ അവിടെ ടൈലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ, മാവ് കൊട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആ മാവ് ഒന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം നമ്മളതെടുത്തിട്ട് കൊട്ടിയിട്ട് ആകെ ഒരു ഗ്ലാസ് പൊടിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ 4 പേരുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് പൊടി ടൈലിന് മേലെ കൊട്ടി കുറച്ച് വെള്ളത്തിൽ നമ്മളെപ്പോഴും ചെറിയ പച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ മാവ് നന്നായിട്ട് കുഴക്കണം കേട്ടോ. എത്ര കുഴക്കാൻ പറ്റുവെച്ചാൽ അത്രയും നമ്മൾ കുഴക്കണം. അപ്പോൾ നമ്മളെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒരു വടിയുടെ ആകൃതിയിൽ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ആ തേങ്ങ ചിരവിയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കൈ നല്ല കഴുകി തുടച്ചതിന് ശേഷം കുറച്ച് പൊടി ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ മാവ് എടുക്കുമ്പോൾ എപ്പോഴും കയ്യിലൊരിച്ചേക്കര പൊടിയുടെ ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഒട്ടും. അതിൻ്റെ ശേഷം അതിനെ ഒട്ടിയിട്ട് നമ്മൾ ഒരു കുണ്ട് പോലെ ആക്കിയിട്ട് ഷേപ്പാക്കണം കേട്ടോ അടടെ. ഒരു കുണ്ട് പോലത്തെ ഷേപ്പ് ആയതിൻ്റെ ശേഷം നമ്മളതിൽ ഇതാക്കി വെച്ച തേങ്ങയും പഞ്ചസാരയും നിറച്ചിട്ടിട്ട് അതിനെ നമ്മൾ ഒന്ന് ഇങ്ങനെ ആ 2 സൈഡും പിടിച്ചിട്ട് ഒട്ടിക്കുക. ഞാൻ എൻ്റെ ഒരു ഇതിന് മോഡലിൽ വെറുതെ ഒന്ന് അമർത്തി വെച്ചു എന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ മോഡലിൽ വേണമെങ്കിലും അവിടെ ആക്കാം. അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ നമ്മളെ ഫുൾ അട ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊരു അടുപ്പത്ത് ഗ്യാസുമ്മ ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ഓയിലെണ്ണയാണ് ഞാൻ എടുത്തത് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കി അതിൽക്കും ടേസ്റ്റ് ആയിക്കാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയെന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഞാൻ കുറച്ച് ഓയിലെണ്ണ എടുത്തിട്ട് അതിൽ ഉണ്ടാക്കി അടക്കെ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. പക്ഷേ എല്ലാവരും ആവിയിലാണ് പുഴുങ്ങിയിട്ട് എടുക്കട്ടെ. പക്ഷേ എനിക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണത് എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല, പൊരിച്ചെടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് ഫുള്ള് പൊരിച്ചെടുക്കാം. അപ്പം നമ്മളെ അട പൊരിച്ചെടുക്കൽ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്. ടേസ്റ്റ് ഉണ്ട്.